ിലേക്ക് വിശദമായി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിചാരണ കോടതിക്കും വിമർശനമുണ്ട്. സുവി വിശ്വനാഥനുണ്ട്. സുവി, വിധിയുടെ വിശദാംശങ്ങൾ. പാർവതി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും, തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഡൽഹി ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള വിമർശനം വിചാരണ കോടതിക്ക് നേരെയും ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ PMLA ആക്ടിലെ 35 അത് വേണ്ട രീതിയിൽ പരിശോധിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നൊരു വിമർശനമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. EDയുടെ വാദങ്ങൾ കൃത്യമായി വിചാരണ കോടതി കേട്ടില്ല. സെക്ഷൻ 35 പ്രകാരം സെക്ഷൻ 35-ൽ 2 തരത്തിലാണ് ജാമ്യം നൽകുന്നത് പറയുന്നത്. അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജൂൺ 20-നാണ് അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത്. അതിന് തുടർച്ചയായി തന്നെ ഈ ജാമ്യം അനുവദിക്കരുത്, അത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ തന്നെ ഡൽഹി ഹൈക്കോടതി ഇതിൽ ഒരു സ്റ്റേ, അതായത് ഈ വിധി നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെടുകയും കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാൻ മാറ്റിവെക്കുകയുമായിരുന്നു. അതിനുശേഷം ഇരു കക്ഷികളുടെയും വാദം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ വിധിന്യായം ഇതാണ്: അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു. PMLA ആക്ട് പ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരത്തിയിരിക്കുന്നത്, അവയൊന്നും തന്നെ വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ സുപ്രീം കോടതിയെയും അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു. ആ കേസ് നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നത് എന്ന് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധിന്യായമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാർവതി, മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചു. വിചാരണ കോടതിക്കും വിമർശനമുണ്ട്. ഈ കേസ് നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥൻ.